എല്ലാവർക്കും ഫിലിം ക്രോണിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ആക്ഷൻ മൂവിയാണ്. നമ്മൾ കിൽ എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? ഒരു ട്രെയിനകത്ത് വെച്ച് നടക്കുന്ന ഒരു ആക്ഷൻ മൂവി. അതുപോലെ ഒരു ബിൽഡിങ്ങിനകത്ത് വെച്ച് നടക്കുന്ന സംഭവവികാസങ്ങളാണ് നമ്മൾ ഇന്ന് ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. അതുപോലെ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു കാര്യം, മറ്റുള്ള സിനിമകളിൽ നിന്നും ഈ സിനിമയെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഈ സിനിമയിലുണ്ട്. പക്ഷേ അത് സിനിമയുടെ തുടക്കത്തിലേ കാണിക്കും. ഞാൻ ഇപ്പോഴേ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നമുക്ക് 2017 റിലീസ് ചെയ്ത മെയ് ഹിം എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം വൈറസിനെയാണ് കാണിക്കുന്നത്. ആ വൈറസിന്റെ പേരാണ് ID7. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ബാധിച്ചയാൾക്ക് അവരെയോ അവരുടെ ഇമോഷൻസോ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഒരാളെ അടിക്കണം എന്ന് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ പിന്നെ അവരിടിക്കാനായിട്ട് അങ്ങ് ചെല്ലും. ഒരു സ്ത്രീയോട് ഇഷ്ടമാണെന്ന് പറയാൻ പേടിച്ച് നടക്കുന്നയാൾക്ക് ഈ വൈറസ് ബാധിച്ചാൽ അവർ വേറെ ഒന്നും നോക്കാതെ ഒരു ഭയം കൂടാതെ ആ സ്ത്രീയോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയും. ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ റൂമിൽ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ശരീരമുള്ള ഒരു മനുഷ്യൻ അടിക്കണം എന്നുണ്ട്. പക്ഷെ അവനോട് അടിക്കാനായി ചെന്നാൽ അവൻ തിരിച്ച് നിങ്ങളെ പഞ്ഞിക്കിടുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ വൈറസ് ബാധിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കാതെ അവൻ അടിക്കാനായിട്ട് ചെല്ലും. ഇപ്പം മനസ്സിലായില്ലേ? അതുപോലെ ഒരു വൈറസാണ് ഈ റൂമിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ബാധിച്ചിരിക്കുന്നത്. റൂമിൽ മാത്രമല്ല, ലോകത്ത് പല ആളുകൾക്കും ഈ ഒരു വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ന്യൂസിൽ കാണിക്കുന്നത്. ആ വൈറസ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കില്ല. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ വൈറസ് എല്ലാം ചത്തുപോകും. അതോടുകൂടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയാണ്. അങ്ങേരുടെ പേര് ഡെറിക് എന്നാണ്. ഒരു നിയമസ്ഥാപനത്തിൽ ജോലി ചെയ്യാനായി പോവുകയാണിപ്പോൾ. അങ്ങനെ അവിടെ ജോലിക്ക് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആൾക്ക് മടുത്തു തുടങ്ങി. പക്ഷെ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുന്ന നേരം അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ ജോലി ചെയ്യാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി. അതിന്റെ തൊട്ടു പിന്നാലെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങേര് മാനേജറായി മാറി. ഹീറോ ഒരു മാനേജറായി മാറി. ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല, ലുക്ക് തന്നെ വേറെയാണ്. അങ്ങനെ രാവിലെ തന്നെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു മാനേജർ ഒരു ലേഡി സ്റ്റാഫിനെ ചീത്ത പറയുന്ന കാണുക. ഹീറോ അങ്ങേരുടെ അടുത്ത് ചെന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയുന്ന നേരം അങ്ങേര് അത് കാര്യമാക്കില്ല. എന്നാൽ ഹീറോ അങ്ങേർക്ക് ഫോണിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. കഴിഞ്ഞ ക്രിസ്മസിന് ഓഫീസിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ അങ്ങേര് ഒരു ലേഡി സ്റ്റാഫായിട്ട് ഓഫീസിനകത്ത് ഞങ്ങണി മങ്ങണി പരിപാടികളെല്ലാം എടുക്കുന്ന ഒരു വീഡിയോ ആണത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് പിന്നെയൊന്നും സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകും. അങ്ങനെ ഹീറോ നേരെ ഓഫീസിനകത്തേക്ക് ഹീറോയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം ഹീറോയുടെ കോപ്പ എവിടെ കാണുന്നില്ല. ചായ കുടിക്കുന്ന കോപ്പ എവിടെ കാണുന്നില്ല. എന്റെ മഞ്ഞ കോപ്പ ഇത് എവിടെ പോയടാന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനും അറിയില്ല അത് എവിടെയാണ് പോയെന്ന്. ഹീറോക്ക് ഒരു പ്രശ്നമുണ്ട്. ആ കോപ്പ ഉണ്ടെങ്കിലേ ചായ ഇറങ്ങൂ. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഹീറോയുടെ ഫോണിലേക്ക് പെങ്ങൾ കോൾ ചെയ്തു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. എന്നാൽ ഹീറോ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. സോറി ഞാൻ മറന്നുപോയതാണ്, എന്നോട് ക്ഷമിക്കും മോളെ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും അവള് കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിക്കും, നിങ്ങൾ എൻ്റെ ഒരു ചിത്രമെങ്കിലും വരച്ചു വെച്ചോ. ഹീറോ ഒരു ചിത്രകാരനായതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്. എന്നാൽ വരയ്ക്കാൻ മറന്നുപോയെന്നാണ് ഹീറോ പറയാ. ശരിക്കും അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ചിത്രം ഹീറോ വരച്ചോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ക്ലയന്റ് ഹീറോയെ കാണാനെത്തും. അങ്ങനെ നമ്മുടെ ആള് നേരെ ചെന്ന ആ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. അവളുടെ വീട് ഏതോ ഒരു ബാങ്ക് തിരിമറിയിലൂടെ കൈക്കലാക്കാനായി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. അവള് ലോൺ അടയ്ക്കാനുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ജപ്തി നോട്ടീസ്. അത് തിരിമറിയുടെ ഭാഗമായിട്ടാണ് ആ ബാങ്കുകാർ അവളുടെ കയ്യിലേക്ക് കൊടുത്തത്. അവൾ ആ ബാങ്കിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കേസ് ഇപ്പോൾ കോർട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ആ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന ഹീറോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അവൾക്ക് ജപ്തിയിൽ നിന്നും രക്ഷപ്പെടാനായി ഹീറോയുടെ ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയാണ് ആ ബാങ്കിന്റെ കൂടെ നിന്ന് വാദിക്കുന്നത്. ആ അമ്മച്ചിയുടെ ഒരു ഒപ്പ് കിട്ടിയാൽ അവളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. പക്ഷെ അവൾ ഈ ഒരു കാര്യത്തിനായി കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ആ അമ്മച്ചി അവളെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. അവളുടെ വീട് തട്ടിയെടുക്കാനാണ് അവരെല്ലാവരും ശ്രമിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഹീറോയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഹീറോ അവിടുത്തെ ഒരു ജോലിക്കാരനായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിയമപരമായിട്ട് ഹീറോക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അവളെ സഹായിക്കണമെന്ന് ഹീറോയുടെ മനസ്സിലുണ്ടായിട്ട് കാര്യമല്ല. പക്ഷെ നിയമങ്ങളെല്ലാം അവൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന അവള് ദേഷ്യത്തിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. ഹീറോ ആണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇരുന്ന് ടെൻഷനിൽ അവിടുത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കും. എന്നാൽ ആ വെള്ളത്തിലുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ആ വൈറസ്. ID7 എന്ന് പറഞ്ഞ ആ വൈറസ് ആ വെള്ളത്തിലുണ്ട്. അതിപ്പോ ഹീറോയുടെ വയറ്റിലേക്ക് ചെന്നു. തൊട്ടു പിന്നാലെയാണ് ഒരു സ്റ്റാഫ് അങ്ങോട്ട് കയറി വന്ന് ബാങ്കിന്റെ ഡയറക്ടർ നിങ്ങളെ കാണാൻ
ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഹീറോയോട് പറയാം. അങ്ങനെ ഇപ്പൊ ഹീറോ ഡയറക്ടറെ കാണാനായി പോവാണ്. പോകുന്ന വഴിയിൽ ഈ വൈറസ് ബാധിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് മാത്രം ചുവന്നാണ് ഇരിക്കുന്നത്. റെഡ് ഐ എന്നും ഈ വൈറസിന് ഒരു പേരുണ്ട്. അതായത് ഈ വൈറസ് ബാധിച്ചാൽ അവരുടെ ഒരു കണ്ണ് ചുവന്നായിരിക്കും ഇരിക്കുക, രക്തമെല്ലാം ഇറങ്ങിയിട്ട് ചുവന്നായിരിക്കും ഇരിക്കുക. അദ്ദേഹം കാരണം തന്നെ ഈ ഓഫീസിലുള്ള എല്ലാവർക്കും ഈ ഒരു വൈറസ് പകർന്നിട്ടുണ്ട്. എന്തായാലും ഡയറക്ടറെ കാണാനായിട്ട് ലിഫ്റ്റിൽ കയറുന്ന ഹീറോക്ക് അങ്ങനെ പെട്ടെന്ന് ലിഫ്റ്റിൽ നമ്പർ നെക്കിയിട്ട് മേലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഓരോ ആളുകളുടെയും തലപ്പത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വമ്പൻ സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ നിന്ന് ഹീറോയുടെ മുഖം താഴെയുള്ള ഒരാൾ കണ്ട് ഒരു ചെറിയ OTP നമ്പർ പറഞ്ഞെടുക്കും. ആ നമ്പർ ലിഫ്റ്റിൽ പ്രസ് ചെയ്താൽ ഹീറോ ഏത് നിലയിലേക്കാണ് പോകേണ്ടതെന്ന് താഴേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ നിലയിലേക്ക് ഹീറോയെ എത്തിക്കും. മേലെ എത്തുന്ന നേരം കമ്പനിയുടെ ഡയറക്ടർ എക്സസൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് കാണുക ഹീറോയുടെ കാണാതെ പോയിട്ടുള്ള കോപ്പ അവിടെയുണ്ട്. ഹീറോ കാണല് ആ ഡയറക്ടർ തീരെ ഇഷ്ടമല്ല. ഈ കോപ്പ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുന്ന നേരം അവരുടെ അസിസ്റ്റന്റിനെ വിളിച്ച് ചോദിക്കും, ഈ കോപ്പ നീ എവിടെ നിന്നാണ് എനിക്ക് കൊണ്ട് തന്നേന്ന്. ആ പാവൻ ലേഡി പറയും, എനിക്ക് താഴേന്ന് കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന്. ഹീറോ അതിന് വഴക്കുണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ഡയറക്ടർ എന്തിനാണ് ഹീറോയെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ സ്ഥാപനത്തിൽ വലിയൊരു തിരിമറി നടന്നിട്ടുണ്ട്. അതാരാണ് ചെയ്തതെന്ന് അവർ ഇത്ര കാലമായിട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് അത് ഹീറോ ആണ് ചെയ്തത്. കൂടെ അതിന്റെ തെളിവും ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഹീറോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾ പറയും, ഈ ഒരു പരിപാടി ഞാൻ ചെയ്തതല്ല, ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ബന്ധമില്ലെങ്കിൽ നിങ്ങൾ അത് ബോസിനോട് പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ബോസിനെ അറിയിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് അവിടെ വരെ പോകാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ലിഫ്റ്റിൽ ചെന്ന് കയറും. ഈ ലേഡി ബാങ്കിന്റെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ അവർക്ക് മേലേക്ക് പോകാനായി OTPയുടെ ആവശ്യമില്ല. ഒരു കാർഡ് ഉണ്ട്, അതിന് കീ കാർഡ് എന്നാണ് പറയാ. അതാ ലിഫ്റ്റിൽ സ്കാൻ ചെയ്താൽ അവർക്ക് ഏത് റൂമിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെ അവർ ഏറ്റവും മേലെ ബോസിന്റെ അടുത്തെത്തി. ഹീറോ ആണെങ്കിൽ ആകെ കൂടെ ടെൻഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണേന്ന് അറിയാതെ ആകെ ടെൻഷനിലാണ് ഇരിക്കുക. എന്നാൽ ഈ നേരത്ത് ബോസ് അവർക്കൊരു ചിത്രം വരച്ചതാണ് കാണിച്ചു കൊടുക്കുന്നത്. ഒരു ബോംബ് പൊട്ടാൻ നേരം 3 പട്ടാളക്കാർ ഓടി രക്ഷപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാന്ന് ലേഡിയോട് ചോദിക്കുന്ന നേരം അവൾ ഞാൻ വരച്ചരാന്ന് പറഞ്ഞ് അതിലൊരു മാറ്റം വരുത്തി കൊടുക്കും. മാറ്റം എന്താന്ന് വെച്ചാൽ അതിലൊരു പട്ടാളക്കാരൻ ബാക്കിയുള്ളവരുടെ ജീവന് വേണ്ടി അവന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലാന്ന് വെച്ച് ആ ബോംബിന് മേലേക്ക് ചാടുന്നതാണ്. അവരിപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ ഒരു വലിയ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ കമ്പനിയെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഹീറോ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ഹീറോയുടെ പേരിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഈ ജോലി വിട്ടുകൊടുക്കാനായി ഹീറോ തീരെ തയ്യാറാവില്ല. അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്താമെന്ന് പറഞ്ഞ് ആ ചിത്രത്തിലൊരു മാറ്റം വരുത്താമെന്ന് പറഞ്ഞ് ഹീറോ മാറ്റം വരുത്തും. മാറ്റം എന്താന്ന് വെച്ചാൽ ആ ബോംബിന് മേലേക്ക് ചാടുന്നയാളെ ഒരു സ്ത്രീയാക്കി മാറ്റും. അതായത് ഈ ഡയറക്ടർ തന്നെയാണ് ഈ പരിപാടിക്കെല്ലാം പിന്നിലെന്നാണ് ഹീറോ കാണിക്കുന്നത്. ബോസ് പറയും, അങ്ങനെയാണ് നിന്റെ കാര്യം നീ വ്യക്തമാക്കി നീ ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞ് ഹീറോയെ പറഞ്ഞു വിടും. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് ഈ ഓഫീസിൽ ഹീറോക്ക് ആകെ കൂടെ വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരാളുടെ അടുത്തേക്കാണ്. ഹീറോയുടെ ഒരു ബഡ്ഡിയുടെ അടുത്തേക്കാണ് ചെല്ലുക. സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഹീറോ അങ്ങേരോട് പറയുന്ന നേരം അങ്ങേര് ആദ്യം തന്നെ ഹീറോയെ ഒന്ന് സമാധാനിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഡയറക്ടർ വരുന്നത്. അവൾ നേരെ വന്ന് പറയും, നീ ഇവിടെ എന്തെടുക്കുക, നിനക്ക് പോകാനുള്ള സമയമായി, സാധനങ്ങളെല്ലാം കെട്ടിക്കൂട്ടാനുള്ള പരിപാടി തുടങ്ങിക്കോ, തിരിച്ച് ഓഫീസിലേക്ക് തന്നെ ചെല്ല്. ഇതേ സമയം ഈ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഈ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ്. ബോസ് എല്ലാവരോടും കൂടെ ഹീറോ ചെയ്തിരിക്കുന്ന കുറ്റം പറഞ്ഞ് അതിന്റെ ഡോക്യുമെന്റ് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ഹീറോയെ ഒഴിവാക്കണ്ടേ എന്ന് ചോദിക്കും. അതങ്ങേര് വെറുതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു പ്രശ്നം പൊങ്ങി വന്നാൽ ഈ കമ്പനിയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന പാർട്ട്നേഴ്സ് ആരും ഹീറോയെ അവിടെ നിർത്തണം എന്ന് പറയില്ല. ഈ ഒരു പ്രശ്നം ഹീറോയുടെ തലക്ക് വെച്ചിട്ട് ഹീറോയെ പുറത്താക്കാനേ പറയൂ. ആരും ഡോക്യുമെന്റ് ഒന്ന് വായിക്കുക പോലും ചെയ്യാതെ ഹീറോയെ പുറത്താക്കാനായിട്ട് കഴുത്ത് വെട്ടുന്ന പോലെ കാണിച്ചു കൊടുക്കും. ഇനി അവസാനമായിട്ട് ഒരാൾ കൂടെ ഇടപെട്ടാലാണ് ഹീറോയെ പുറത്താക്കാൻ പറ്റുക. അങ്ങേരാണിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത്. വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് കയറി വരുന്ന അങ്ങേരാണ്. ഈ കമ്പനിയിലുള്ള ആളുകളെല്ലാവരും അങ്ങേരെ കാലൻ എന്നാണ് പറയാ. കാരണം ഇവിടെയുള്ള ആളുകളെല്ലാവരെയും പിരിച്ചുവിടുന്ന ജോലിയാണ് അങ്ങേർക്ക്. നമ്മുടെ ആളുടെ റൂമിന് മുന്നിൽ വന്ന് ഞാൻ അകത്തേ കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും വേണ്ടാന്ന്. അതിനങ്ങേര് ഒരു താങ്ക്സും പറഞ്ഞുകൊണ്ട് അകത്തേ കയറി ചെല്ലും. നിങ്ങളൊക്കെ എനിക്കിട്ട് പണിയാണോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ വേറെ ഒന്നുമല്ല, എൻ്റെ ജോലി മാത്രമാണ് ചെയ്യുന്നത്, നീ ഇപ്പം ഈ ഫോമിൽ ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതി എന്ന് പറയും. ആ ഫോം നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ കമ്പനിയിൽ നടന്നിരിക്കുന്ന വലിയ തിരിമറിയില്ലേ, അതെല്ലാം കൂടെ ഹീറോയുടെ തലയിൽ കെട്ടിവെക്കാനായിട്ടുള്ളൊരു ഫോമാണത്. അത് മനസ്സിലാവുന്ന ആള് ഞാൻ ഇതിൽ ഒരിക്കലും ഒപ്പിടില്ല എന്ന് പറയും. എന്നാൽ ഹീറോ ഒപ്പിട്ടാലും ഇട്ടില്ലെങ്കിലും ഹീറോയുടെ പേരിൽ ഇതെല്ലാം ആക്കിയിട്ട് അവരിവിടുന്ന് പുറത്താക്കും ഹീറോയെ. എന്നാലും എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഹീറോ എനിക്ക് ബോർഡിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയും. എന്നാൽ അങ്ങനെ അതിന് സമ്മതിക്കില്ല. അതിന്റെ ദേഷ്യത്തിൽ ആ ഫോം തന്നെ കീറിക്കളയും. ഇതേ സമയമാണ് കമ്പനിയുടെ പുറത്തേക്ക്, ബിൽഡിങ്ങിന് പുറത്തേക്ക് സ്വാറ്റ് ടീം, പോലീസിന്റെ വലിയൊരു ടീം അങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും കൂടെ ഗണ്ണൊക്കെ ആയിട്ടാണ് വരുന്നത്. കൂടെ ഒരു ഡോക്ടറും
കൂടെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ആ ബിൽഡിങ്ങിന്റെ എൻട്രൻസിൽ തന്നെ ഒരു വലിയ വള്ളി വലിച്ചു കെട്ടും. അവിടെ ഇപ്പോൾ ക്വാറന്റൈൻ ആണെന്നാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങിനകത്ത് വൈറസ് ബാധിച്ചിരിക്കുന്ന ഒരാളുണ്ടെന്നുള്ള വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിനകത്തിരിക്കുന്ന എല്ലാവരും ചിലപ്പോഴേ ഈ രോഗം പകർന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ബാക്ടീരിയ, ആ വൈറസ് ചത്തുപോകുന്നത് വരെ അവർ ഇതിനകത്ത് തന്നെ വെക്കാനാണ് അവരെല്ലാവരും തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം മറികടന്ന് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് നോക്കുകയാണെങ്കിൽ പോലീസിന്റെ ടീം അവരെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കും. കാരണം പുറത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ രോഗം ബാധിച്ചാൽ പിന്നെ എല്ലാവരും വെട്ടും കുത്തും അതും ഇതൊക്കെ ആയിട്ട് ഈ ലോകം തന്നെ നശിക്കും. എന്നാൽ ഈ സമയത്താണ് ഹീറോക്ക് കെട്ടും പാണ്ടുകളും ഒക്കെ എടുത്തു കൊടുത്ത് ഹീറോയെ പുറത്താക്കാനായിട്ട് രണ്ടുപേര് ബിൽഡിങ്ങിന് അടിയിലേക്ക് വരുന്നത്. അവരെത്തുന്ന നേരം പുറത്ത് പോലീസുകാരും ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ നിൽക്കുന്നതാണ് കാണുക. ഇതേ സമയം താഴെ നിൽക്കുന്ന ഡോക്ടർ ഏറ്റവും മേലെയുള്ള ബിൽഡിങ്ങിന് മേലെയുള്ള ബോസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ ക്വാറന്റൈൻ ആക്കിയ കാര്യം അങ്ങനെ അറിയിക്കും. നിങ്ങളുടെ ബിൽഡിങ്ങിൽ വൈറസ് ബാധിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും വൈറസ് ബാധിച്ചിരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. വൈറസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ശാന്തരായിട്ട് ഓരോ റൂമിൽ പോയി ഇരിക്കാൻ നോക്കുക. ഇനി വരാൻ പോകുന്ന 8 മണിക്കൂർ നിങ്ങൾ എല്ലാവരും ക്വാറന്റൈനിലായിരിക്കും. 8 മണിക്കൂർ കഴിഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. എന്നാൽ ഇതേ സമയത്ത് താഴെ നിൽക്കുന്ന ഹീറോയെ ഇഷ്ടമല്ലാത്ത ഒരുത്തൻ പെട്ടെന്നാണ് വന്ന ഒരു ഒറ്റ ഇടി ഹീറോയുടെ മുഖത്തിട്ട് കൊടുക്കുക. അങ്ങേർക്ക് ആ വൈറസ് ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ താഴെ വീണിരിക്കുന്ന ഹീറോ എന്താന്ന് മനസ്സിലാവാതെ മെല്ലെ കണ്ണു തുറക്കുമ്പോഴാണ് മനസ്സിലാവുക ഹീറോക്കും ആ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴേന്ന് കിട്ടിയ ഒരു കത്തി എടുത്ത് അവന്റെ കാലിൽ കുത്തി അവൻ അടിച്ച് താഴെയിടും. ഈ സമയത്താണ് ഹീറോയുടെ ബഡ്ഡി അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങേർക്കറിയാം ഈ വൈറസ് ബാധിച്ചിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അങ്ങേര് പറയും നീ ശാന്തനാവ്, നീ ശാന്തനാവ്. ഈ സമയം മേലെയാണെങ്കിൽ ബോസും അമ്മച്ചിയും എല്ലാവരും കൂടെ, അമ്മച്ചിയെ മനസ്സിലായില്ലേ, ആ ജപ്തി ഒഴിവാക്കാനുള്ള നോട്ടീസിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട അമ്മച്ചി അവരാണത്. അവര് പറയും ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഞങ്ങളുടെ ബോഡിയിൽ ഒരു മാറ്റമില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഞങ്ങളെ മാത്രം പുറത്തേക്ക് ഇറക്കിക്കൂടെ. നഴ്സ് പറഞ്ഞെടുക്കും എല്ലാവർക്കും ഈ ഒരു രോഗം ഒരുപോലെയല്ല ബാധിക്കുന്നത്, പലർക്കും പല രീതിയിലാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് വികാരങ്ങളോ പകയോ അതൊന്നുമില്ലെങ്കിൽ വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. അവർ വർക്ക് പ്രഷർ കൊണ്ട് മടുത്തവരാണ്, ജോലി ചെയ്ത് മടുത്തവരാണ്. അവരുടെ മുന്നിലേക്ക് എങ്ങാനും അറിയാതെ പെട്ടുപോയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവരെന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയം നിങ്ങളും ഒരു ജോലിയും ചെയ്യാതെ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ സമയത്തെല്ലാം ഓഫീസിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. അവിടെ ഇവിടെ നിന്നും കിട്ടുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും എടുത്തെറിയാണ്. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ ആ ഡോക്ടർ ജോലി നിർത്തിവെക്കാൻ പറഞ്ഞ കാര്യം ബോസിന് തീരെ അങ്ങ് ഇഷ്ടമായിട്ടില്ല. അങ്ങേര് ഈ ദിവസം 8 മണിക്കൂറത്തേക്ക് ജോലി ചെയ്യുന്നത് നിർത്തിവെച്ചാൽ അങ്ങേർക്ക് $500,000 നഷ്ടമാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജോലി നിർത്തിവെക്കാൻ പറഞ്ഞ് അങ്ങേർക്ക് തീരെ ഇഷ്ടമായില്ല. എല്ലാവരും ജോലി ചെയ്തേ പറ്റൂന്നാണ് അങ്ങേര് പറയാം. ഈ സമയത്താണ് ബോസിന്റെ അസിസ്റ്റന്റ് ബോസിനെ കോൾ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഹീറോക്ക് വരാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറയാം. എന്നാൽ ബോസിനറിയാം ഹീറോ ഇങ്ങോട്ട് കയറി വരുന്നത് വൈറസ് ബാധിച്ചിട്ടാണ്. അവന്റെ മനസ്സിൽ ആകെ കൂടെ തന്നെ കൊല്ലണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് ബോസിനറിയാം. അതുകൊണ്ട് അവന് ലിഫ്റ്റിൽ കയറാനുള്ള ആക്സസ് കൊടുത്ത് പകുതി വഴിയിൽ അവനെ പുറത്തേക്ക് ഇറക്കും. എന്നാൽ അവിടെ ബോസിന്റെ 2-3 ആളുകളാണ് ഉള്ളത്. അവര് 3 പേരും ഹീറോയെ അടിക്കാനും ഇടിക്കാനുമാണ് നിൽക്കുന്നത്. 3 പേരും കൂടി ഇടിച്ച് നമ്മുടെ ആളെ താഴെ ഇടുന്ന നേരം ഹീറോ കരയാണ്. ഈ സമയത്ത് ബോസ് കോൾ ചെയ്തുകൊണ്ട് അവിടെ ഇടിക്കാനായി നിൽക്കുന്നവരോട് പറയും അവൻ കരയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നില്ലല്ലോ, അവന്റെ എല്ലാം ഒടിയുന്ന ശബ്ദം അതല്ല എനിക്ക് നല്ലപോലെ കേൾക്കണം. ഹീറോക്ക് മനസ്സിലായി ഇവിടെ നിന്നാൽ തന്റെ കാര്യം പോക്കാണെന്ന്. എന്നാൽ പെട്ടെന്നാണ് ഹീറോയുടെ ബഡ്ഡി അകത്തേക്ക് കയറി വന്ന് അതിലൊരുത്തനെ പിടിച്ചിടിക്കുന്നത്. പെട്ടെന്ന് വന്നുള്ള ഇടിയായതുകൊണ്ട് തന്നെ അവനും ചാടി എഴുന്നേറ്റ് ബഡ്ഡിയെ പിടിച്ച് തള്ളി മാറ്റുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു പലകയിലെ ആണിയിലാണ് ബഡ്ഡിയുടെ കഴുത്ത് കയറി കൊടുക്കുന്നത്. ഈ റൂമാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ തന്നെ സ്റ്റോർ റൂമാണ്. അവിടെ ഇവിടെയും ആണിയും അതും ഇതും എല്ലാം കൂടെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും പരിക്ക് പറ്റും. ബഡ്ഡിക്കാണെങ്കിൽ കഴുത്തിൽ ആണി കയറിയത് കൊണ്ട് തന്നെ അങ്ങേർക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങേര് താഴെ വീണ് പെടഞ്ഞു മരിക്കും. ബോസിന്റെ ആളുകൾ ബോസിനോട് പറയും അബദ്ധവശാല് ബഡ്ഡിയെ ഞങ്ങൾ കൊന്നുപോയെന്ന്. എന്നാൽ ബോസ് പറയും അതിനിപ്പോ എന്താ, വരുന്ന 8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്ര പേരെ കൊന്നാലും നിങ്ങളുടെ പേരിൽ ഒരു കേസ് പോലും വരാൻ പോകുന്നില്ല. കാരണം ആ കൊലപാതകങ്ങളൊന്നും നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള വൈറസ് ആണ്. പക്ഷെ നിങ്ങൾ ബഡ്ഡിയെ കൊന്നത് ശരിയായില്ല, അവന് പകരമായിട്ടൊരു ജോലിക്കാരനെ ഞാൻ ഇനി എങ്ങനെയാണാവോ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ഹീറോക്ക് ബോധം വരുന്നതാണ് കാണുന്നത്. കണ്ണ് മെല്ലെ തുറക്കുന്ന നേരം മുന്നിൽ കൂടെ ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതാരാന്ന് വെച്ചാ വീടിന് ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് ഹീറോയോട് സഹായം ചോദിച്ചു വന്ന ആ ലേഡി ഇല്ലായിരുന്നോ, അവളാണ്. അവളുടെ പേര് ജീന എന്നാണ്. ഡെറിക്കിന്റെ അതായത് ഹീറോയുടെ കണ്ണ് തുറന്നപ്പോൾ തന്നെ മുഖത്തേക്കിട്ട് ഒരു ഒറ്റ തുപ്പല. ഹീറോ അതുപോലെ തന്നെ തിരിച്ചും തുപ്പും. അവൾ തിരിച്ചും കൊടുക്കും. അങ്ങനെ ഒരു റൗണ്ട് കഴിയുന്ന നേരം അവൾ ഹീറോയുടെ മുഖത്തിട്ട് ഒരു ഒറ്റ ഇടിയാ. താഴെ വീഴുന്ന ഹീറോയെ പിന്നെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. നീ എന്താടോ ഇവിടെ കിടക്കുന്നത്, നിന്റെ പ്രശ്നം എന്താടോ എന്ന് അവൾ ചോദിക്കുന്ന നേരം ഹീറോ പറയും അവരെന്നെ പുറത്താക്കിയെന്ന്. അത് കേട്ട് അവൾക്ക് ആദ്യം ചിരിയാണ് വരിക. എന്നാൽ നീ എങ്ങനെ ഇതിനകത്ത് പെട്ടുപോയെന്ന് അവളോട് ചോദിക്കുന്ന നേരം അവള് പറയും ഞാൻ ആരോടെങ്കിലും സഹായം കിട്ടുമെന്നറിയാൻ താഴെ വരെ എല്ലാവരോടും ചോദിച്ചു. അവസാനം ഒരു വഴിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സ്വാറ്റ് ടീം പോലീസ് ടീം വന്ന് ഇവിടെ ക്വാറന്റൈൻ ആക്കുന്നത്. എനിക്കാണ് പുറത്തു പോകാനും പറ്റിയില്ല, എനിക്കാണ് വൈറസ് ബാധിക്കുകയും ചെയ്തു. അത് ഈ കമ്പനിയിലെ തെണ്ടികൾക്ക് മനസ്സിലായപ്പോൾ തന്നെ അവർ പിടിച്ചെന്നെ റൂമിലാക്കി.
മനസ്സിലാക്കി. ഹീറോ പറയും, നമുക്കൊരു ഡീലെത്താം, നിനക്ക് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും ഒരു ഒപ്പ് കിട്ടണം, എനിക്കാണെങ്കിൽ എൻ്റെ ബോസിന്റെ അടുത്ത് എങ്ങനെയും എത്തിയേ പറ്റൂ. നമുക്ക് രണ്ടുപേർക്കും വേണ്ട ആളുകൾ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലെയുള്ള പെന്റ് ഹൗസിലാണുള്ളത്, അതുകൊണ്ട് രണ്ടുപേർക്കും ഇവിടെ നിന്ന് മേലേക്ക് വെച്ച് പിടിച്ചാലോ, ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുന്ന നേരം അവൾ അതിന് ഓക്കെയാണ്. അങ്ങനെ അവര് കൈ കൊടുത്ത് അവർ പരസ്പരം ടീമാകും. അവർ നിൽക്കുന്നതാണേൽ ഈ ബിൽഡിങ്ങിന്റെ ഒരു സ്റ്റോർ റൂമിലായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആക്രി സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഹീറോ അറിയാവുന്ന അറിവുകളെല്ലാം വെച്ച് അവിടെ കേടായി കിടക്കുന്ന ഒരു ലാൻഡ് ഫോൺ എടുത്ത് തട്ടിക്കൂട്ടി ശരിയാക്കി ഈ ബിൽഡിങ്ങിന്റെ ലാൻഡ് ഫോൺ കേബിളിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ ആദ്യം കോൾ ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിനകത്ത് തന്നെയുള്ള ഈ കമ്പനിയുടെ ഒഫീഷ്യൽ വക്കീലിനെയാണ്. ആ വക്കീലാണ് ഈ കമ്പനിക്കെതിരായി വരുന്ന കേസുകളെല്ലാം സോൾവ് ചെയ്യുന്നത്. വക്കീലിനോട് തനിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെളിവോടെ പറഞ്ഞു കൊടുക്കുന്ന നേരം വക്കീൽ അപ്പം തന്നെ ബോസിനെ കോൾ ചെയ്യും. അങ്ങേരോട് പറയും, നീ ഇമാതിരി ഓരോ പരിപാടികൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എനിക്കാണ് പണി കിട്ടുന്നത്. ഒരു തെറ്റും ചെയ്യാത്തവനെ നീ എന്തിന്റെ പേരിലാണ് ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുന്നത്? ഇതെങ്ങാനും കേസായി വന്നാൽ പിന്നെ എന്തിന്റെ പേര് വെച്ചാണ് ഞാൻ വാദിക്കുക? നിന്റെ ഇമാതിരി ഗുണ്ടാമണ്ടി പരിപാടികൾ നിർത്താനായി വാണിംഗ് ഞാൻ പണ്ടേ തന്നാണ്, ഇതെന്റെ അവസാനത്തെ വാണിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കോള് കട്ട് ചെയ്യും. എന്നാൽ ബോസ് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നിലേക്ക് മാറില്ല എന്ന് ഉറപ്പാണ്. പെട്ടെന്ന് തന്നെ രണ്ടുപേരെ ഹീറോയെ കൊല്ലാനായി താഴേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം ജീന മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അവളാണ് എന്തോ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന പോലെയാണ് ഇരിക്കുക. ഇത് അവൾക്ക് വട്ടായതാണോ ഞങ്ങൾക്ക് വട്ടായതാണോ എന്ന് അവർ വിചാരിക്കുമ്പോഴാണ് ഹീറോ ഒരു പലകയെടുത്ത് ഒരുത്തന്റെ തലയിൽ അടിച്ചവനെ താഴെ ഇടുക. അടുത്തവൻ ഇടിച്ച് ഹീറോ കൊന്നുകളയും, താഴെയിട്ട് ഇടിച്ചു കൊല്ലും. ഇവിടെ ഹീറോ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ഹീറോക്ക് അതിനൊന്നും പറ്റില്ല. മനസ്സിൽ എന്താണോ ഉള്ളിൽ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ ഹീറോ ചെയ്തു പോകും. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ മേലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം അവിടെ തിരയും. ഇതൊരു സ്റ്റോർ റൂം ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പണിയായുധങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഓരോ ടൂൾസും എടുത്ത് അരയിലെല്ലാം തിരികെ വെച്ച് അവസാനം ഹീറോയുടെ കയ്യിലേക്ക് ഒരു ഗ്രൈൻഡറാണ് കിട്ടുക. ജീനയുടെ കയ്യിലേക്ക് ഒരു ആണി ഗണ്ണാണ് കിട്ടുക, നെയിൽ ഗൺ. ഒരു പിസ്റ്റളിൽ നിന്ന് ബുള്ളറ്റ് തെറിക്കുന്ന പോലെയാണ് ആണി പുറത്തേക്ക് തെറിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ആളുകളെ കൊല്ലാനായി കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അവർക്ക് ഇവിടുന്ന് മേലെയുള്ള ഡയറക്ടർ ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലണമെങ്കിൽ, ആ ഡയറക്ടർ ലേഡി ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലണമെങ്കിൽ ലിഫ്റ്റിൽ യൂസ് ചെയ്യാൻ OTP അല്ലെങ്കിൽ കീ കാർഡോ വേണം. ഇത് രണ്ടും അവരുടെ കയ്യിലില്ല. OTP ആണ് ഇനി താഴെ നിന്ന് കിട്ടാനും പോകുന്നില്ല. പക്ഷെ അവർ നിൽക്കുന്ന അതേ ഫ്ലോറിൽ തന്നെയാണ് കാലനും നിൽക്കുന്നത്. ആ കാലന്റെ കയ്യിൽ ഒരു കീ കാർഡ് ഉണ്ട്. അത് വെച്ച് തൊട്ടുമേലെ ഡയറക്ടറുടെ അടുത്തേക്ക് പോകാൻ പറ്റും. അവിടുന്ന് അവളെ ഭീഷണിപ്പെടുത്തിയാൽ അവളുടെ കയ്യിൽ നിന്ന് ബോസിന്റെ അടുത്തേക്ക് പോകാനുള്ള കീ കാർഡും കിട്ടും. അങ്ങനെ അവർക്ക് മേലേക്ക് എത്താൻ പറ്റും. ഇനി 6 മണിക്കൂറും 14 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങും. ഈ സമയം കാലനാണേൽ റൂമിൽ ഇരിക്കാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരം പുറത്ത് എല്ലാവരും അടിയും ഇടിയും ബഹളം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നാൽ അപ്പോഴാണ് ഹീറോയും ജീനയും കൂടെ അവിടെ നിൽക്കുന്ന കാണാം. ജീനയാണേൽ കൂടുതൽ സംസാരമൊന്നുമില്ലാതെ കയ്യിലുണ്ടായിരുന്ന നെയിൽ ഗൺ വെച്ച ഒരൊറ്റ ഷോട്ടാണ്. അങ്ങേര് കുത്തി നടക്കുന്ന വടി വെറുതെ വെച്ച് കൊടുക്കുന്ന നേരം അതിലേക്കാണത് തറച്ചു കയറുക. അങ്ങേർക്ക് മനസ്സിലായി പ്രശ്നം ഗുരുതരമാണെന്ന്. പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് നടക്കും. നമ്മുടെ ടീം രണ്ടുപേർ അങ്ങേരെ പിടിക്കാനായി പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെങ്കിലും അങ്ങേര് വേഗത്തിൽ റൂമിൽ കയറി ഡോർ അടയ്ക്കും. ഈ സമയമാണ് ബോസ് പറഞ്ഞയച്ചിരുന്ന ഒരുത്തൻ ഇലക്ട്രിക് ഗണ്ണുമായിട്ട് താഴേക്ക് വന്ന് അത് ജീനയുടെ പുറത്തേക്ക് ഷൂട്ട് ചെയ്യുന്നത്. അവൾ ആ ഷോട്ടിൽ തന്നെ ഷോക്കടിച്ച് താഴെ വീഴും. അടുത്തത് ഡെറിക്കിന് കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒളിച്ചു നിൽക്കും. പുറത്തേക്ക് ഇറങ്ങി വരില്ല. ഷൂട്ട് ചെയ്യാൻ വരുന്നവൻ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം നോക്കുന്നുണ്ടെങ്കിലും ഡെറിക്ക് അവിടെയല്ലോ ഒളിച്ചു നിൽക്കുക. ഈ സമയം കാലം പുറത്തേക്ക് ഇറങ്ങി വന്ന്, എനിക്ക് ആണായാലും പെണ്ണായാലും ഒരുപോലെയാണ്, ഞാൻ ജെൻഡർ ഈക്വാലിറ്റി നോക്കുന്നവനാണെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അവളുടെ കയ്യിലേക്ക് ആഞ്ഞിടിക്കും. ഈ സമയം ഡെറിക്ക് കയ്യിലുണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരുന്ന ഒരുത്തനെ ചാടിക്കയറി കുത്തും. അടുത്തവന്റെ ഷോട്ട് ഹീറോ തടഞ്ഞിട്ട് ഓടിച്ചെന്ന് അവന്റെയും ബോഡിയിൽ കുത്തി അവനെ കൊന്നളയും. നേരെ ജീനയുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവൾ അടി കൊണ്ടോണ്ടിരിക്കുക. ഹീറോയെ കാണുന്ന അവൾ പെട്ടെന്ന് തന്നെ ആ നെയിൽ ഗണ്ണ് തട്ടിയിട്ട് നമ്മുടെ ആളുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും. ഹീറോ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് അങ്ങേര് ഓടിച്ചെന്ന് റൂമിൽ കയറും. ഇനി റൂം അടച്ചിട്ടോണ്ടൊന്നും കാര്യമില്ല എന്ന് അങ്ങേർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ ടീം വളരെ എളുപ്പത്തിൽ തന്നെ ആ ഡോറ് ചവിട്ടി പൊളിക്കും. ഞാൻ അകത്തേക്ക് കയറി വന്നോട്ടെ എന്ന് ഹീറോ ചോദിക്കുന്ന നേരം അങ്ങേര് വേണ്ടാന്ന് പറയും. ജീനയാണേലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാലന് മനസ്സിലായി എന്തേലും പണിയെടുക്കാനായി നിന്നാ തട്ടിപ്പോകുമെന്ന്. അതുകൊണ്ട് ഡെറിക്ക് കീ കാർഡ് ചോദിക്കുമ്പോഴേക്ക് മുന്നിലേക്ക് വെച്ചെടുക്കും. ഹീറോ സന്തോഷത്തില് ആ കാർഡ് എടുക്കാനായി ചെന്ന് അതിലേക്ക് കൈ വെക്കുമ്പോൾ അങ്ങേര് കത്രിക എടുത്ത ഒരൊറ്റ കുത്ത കയ്യിലേക്ക്. ഹീറോ പെട്ട് കിടക്കായതുകൊണ്ട് തന്നെ അങ്ങേര് ജീനയെ ആക്രമിക്കും. അവളെ താഴെ തള്ളിയിട്ട് ഇടിച്ചു കൊല്ലാനായി നോക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അവളെ തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കും. അവളാണെ പിടിച്ചെങ്ങനെയൊക്കെയോ നിൽക്കുക. അപ്പോഴാണ് തൊട്ട് സൈഡിൽ ഹീറോ കൊണ്ടുവന്നിരുന്ന ഗ്രൈൻഡർ അവൾ കാണുന്നത്. അത് ഓൺ ചെയ്ത് അങ്ങേരുടെ നെഞ്ചത്തേക്ക്, കാലിന്റെ നെഞ്ചത്തേക്ക് അവൾ വെച്ചു കൊടുക്കും. നെഞ്ചി പിളർന്ന് ചോര ചീറ്റി അങ്ങേര് അവിടെ മരിച്ചു വീഴും. കുറച്ച് കഴിയുന്നേരം കാലിന്റെ ബോഡി കത്തിക്കുന്ന ഒരു വീഡിയോ ഹീറോ ബോസിന് അയച്ചു കൊടുക്കും. ബോസിന് മനസ്സിലായി അവന്റെ കയ്യിൽ കാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ ഡയറക്ടർ കോൾ ചെയ്ത് ആ ലേഡിയെ കോൾ ചെയ്ത് പറയും, നിന്റെ കയ്യിലുണ്ടായിരിക്കുന്ന ആ കാർഡില്ലേ അത് പെട്ടെന്ന് തന്നെ കത്തിച്ചു കളാം. എന്നാൽ അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവൾക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മേലേക്ക് മാത്രമാണ്, താഴേക്ക് ഒരിക്കലും അവളെ കൊണ്ട് പോകാൻ പറ്റില്ല. അത്
നശിപ്പിച്ചാൽ നിന്റെ സാലറി ഞാൻ കൂട്ടിത്തരാമെന്ന് അങ്ങേര് പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കില്ല. അവസാനം അങ്ങേര് നിന്നെ ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണറാക്കാന്ന് പറയുന്നേരം അവൾ ഓക്കെ പറയും. എന്നാൽ ആ കാർഡ് കത്തിക്കാനായി അവൾ തീരുമാനിക്കുന്നില്ല. അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനായിട്ടാണ് പറയാ. ബോസ് ആണെങ്കിൽ അപ്പം തന്നെ ബോസിന്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഓഫർ കൊടുക്കും. ഹീറോയെ കൊല്ലുന്നയാൾക്ക് 4 കോടിയാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഹീറോ മേലെ കയറി വന്നാലും ഹീറോയെ കൊല്ലാനായി ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇനി 4 മണിക്കൂർ കൂടെയാണ് ക്വാറന്റൈൻ അവസാനിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം പെട്ടെന്ന് തന്നെ ആ കീ കാർഡ് വെച്ച് അടുത്ത നിലയിലേക്ക് ചെല്ലും. അതാണ് ഡയറക്ടർ ലേഡിയുടെ ഏരിയ. അവർ മേലെ കയറി ചെല്ലുന്നേരം അവിടെയെല്ലാം ശാന്താണ്. എന്നാൽ അവരുടെ മുന്നിലേക്ക് ഡയറക്ടറും ഒരു പടയുമാണ് ചെന്ന് നിൽക്കുക. ആ പടയിലുള്ള എല്ലാവരും ഹീറോയെ കൊല്ലാനായി നിൽക്കുന്ന ആളുകളാ. എന്നാൽ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ കോള് ശരിക്കും ഹീറോക്കുള്ളൊരു കോളാണ്. ഒരു സൈക്കാട്രിസ്റ്റ് ആണ് കോൾ ചെയ്യുന്നത്. മിസ്റ്റർ ഡെറിക്, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് എന്നോട് പറയാൻ പറ്റുമോ? ഹീറോ പറയും, എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ എൻ്റെ വസ്ത്രം അഴിച്ച് എൻ്റെ മുന്നിൽ കാണുന്ന 7 പേരെയും അടിച്ചു കൊന്ന അവരുടെ എല്ലും തലയോട്ടിയും എല്ലാം വളച്ചൊടിക്കാനാണ്. ഡെറിക്ക് എല്ലാവരോടും കൂടെ ആയിട്ട് പറയും, ചാവണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് പോയിക്കോ. എന്നാൽ അസിസ്റ്റന്റും അതുപോലെ തന്നെ ഡയറക്ടറും മാത്രമാണ് അവിടുന്ന് പോവുക. ഇനിയൊരു വമ്പൻ സംഘടന നടക്കാൻ പോവുകയാണ്. 2 ടീമും ആദ്യം തന്നെ റെഡിയായി നിൽക്കും. ജീനയുടെ കയ്യിൽ നെയിൽ ഗണ്ണ്, ഹീറോയുടെ കയ്യിൽ സ്പാനർ. അങ്ങനെ 2 പേരും അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഹീറോ സ്പാനർ കൊണ്ട് ഓരോന്നിനെ അടിച്ചു കൊല്ലുകയാണ്. ജീന ഷൂട്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ചുറ്റിക എടുത്ത് ഓരോന്നിനെ അടിക്കാൻ തുടങ്ങും. അങ്ങനെ പെരുത്തടിയാണ് അവിടെ നടക്കുന്നത്. അവരുടെ കയ്യിലുള്ള പ്രധാന ആയുധം ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ്. പക്ഷെ അത് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇവരുടെ കയ്യിലാണല്ലോ വലിയ വലിയ ആയുധങ്ങളെല്ലാം കിടക്കുന്നത്. ഓരോന്നിനായി പഞ്ഞിക്കിട്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് ആ സിലിണ്ടർ വാങ്ങി എല്ലാത്തിനെയും അടിച്ച് താഴെയിടും. അവസാനം അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്ത് എല്ലാത്തിനെയും പുതപ്പിക്കും. എല്ലാം കഴിഞ്ഞ് ലേഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നേരം അവള് പറയും, കാർഡ് വേണേല്, കീ കാർഡ് വേണേല് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ എന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹീറോ, ഓക്കെ ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല, ആ കാർഡ് കയ്യിലേക്ക് വെച്ച് തന്നാൽ മതി എന്ന് പറയും. അതിന് ലേഡി, ആ കാർഡ് ഇവിടെ എവിടെയോ ഉണ്ട്, അത് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഹീറോയുടെ കോപ്പി ഇല്ലായിരുന്നോ, ആ കോപ്പി എടുത്ത ഒരു ഒറ്റ ഏറാണ്. അത് പൊട്ടുന്ന കാണുന്ന ഹീറോ എഴുന്നേൽക്കുമ്പോൾ അവള് പറയും, കാർഡ് വേണ്ടേ, അവിടെ തന്നെ ഇരിക്കി. സത്യം പറഞ്ഞ അവൾക്കറിയാം കാർഡ് കൊടുത്തില്ലെങ്കിൽ അവളുടെ കാര്യം പോക്കാണെന്ന്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൾ മുതലെടുക്കാണ്. അവസാനം അസിസ്റ്റന്റിനോട് ചെന്ന് കാർഡ് എടുത്തു കൊണ്ടുവരാൻ പറയുന്ന നേരം അവരെടുത്തു കൊണ്ടുവരുന്നത് കത്തിക്കപ്പെട്ട നിലയിലുള്ള ഒരു കാർഡാണ്. മോളെ, ഞാൻ കീ കാർഡ് കൊണ്ടുവരാനാണ് പറഞ്ഞത്, അല്ലാതെ ഈ കരിക്കട്ടയല്ല. അതിനവള് പറയും, അത് തന്നെയാണ് ഇത്, ഞാൻ ഓവനിൽ വെച്ചപ്പോൾ ഇതിങ്ങനെയായിപ്പോയി. നേരത്തെ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആവാനായി നിങ്ങൾ എന്നോട് ഇത് ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞു. എന്നാൽ ഇപ്പൊ ജീവൻ പോകുമെന്ന് തോന്നിയപ്പോൾ അത് ഇവർക്ക് കൊടുക്കാനായും നിങ്ങൾ പറയാണോ? നീ എന്താടി വിചാരിച്ചേ, ജീവിതകാലം മുഴുവനും ഞാൻ നിന്റെ കീഴിൽ ജോലി ചെയ്യണമെന്നോ? എന്നിട്ട് പെട്ടെന്നാണ് താഴെ ഉണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അവള് ലേഡിയുടെ നെഞ്ചത്തിട്ട് ഒരൊറ്റ കുത്തു എടുക്കുന്നത്. അങ്ങനെ അവളെ കുത്തി കുത്തി കൊന്നളഞ്ഞു. ജീനയാണെങ്കിൽ ഇതെല്ലാം കണ്ട് പൊരിഞ്ഞ ചിരിയാണ്. അവളോട് ചിരി നിർത്തിവെക്കാനായി പറഞ്ഞ അവളെ കൊണ്ട് പറ്റില്ല. വൈറസ് ആണ് അവളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുന്നത്. തൊട്ടു പിന്നാലെ ഹീറോ വീണ്ടും അവളെ കൊന്നതിന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ബോസിന് അയച്ചു കൊടുക്കും. കൂടെ തന്നെ ജീനയുടെ കയ്യിൽ അവളുടെ നാവ് കൂടെയുണ്ട്, ലേഡിയുടെ നാവ് കൂടെയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർക്കിനി മേലേക്ക് പോണേൽ കീ കാർഡ് വേണം. ഇപ്പോഴുള്ള കീ കാർഡ് ആണെങ്കിലോ അത് കരിഞ്ഞു പോവുകയും ചെയ്തു. എന്ത് ചെയ്യുമെന്നറിയാതെ 2 പേരും ടെൻഷൻ അടിച്ചിരിക്കുന്ന നേരം ജീനയോട് ഹീറോ പറയും, നിന്റെ ആ ജപ്തി നോട്ടീസ് ഒന്ന് എടുത്തുകൊണ്ടുപോവാ, അതിലെന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന്. എന്നാൽ തിരിച്ചും മറിച്ചും അതിലെന്തേലും കണ്ടുപിടിക്കാനുണ്ടോന്ന് ഹീറോ നോക്കുന്നുണ്ടെങ്കിലും ലൂപ്പ് ഹോൾസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അപ്പോഴാണ് ബോസ് ഹീറോയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുന്നത്. ആ വീഡിയോ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഹീറോയുടെ ബഡ്ഡിയിലായിരുന്നോ. ബഡ്ഡിയുടെ ബോഡി മേലെയുള്ള നിലയിൽ കൊണ്ടുവച്ച് ആ ബോഡിയിലേക്ക് ബോസ് മൂത്രമൊഴിക്കുകയാണ്. അതാണ് ഹീറോക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. സ്വന്തം കൂട്ടുകാരനാണല്ലോ. ഇപ്പൊ ഹീറോയുടെ അവസ്ഥയും ജീനയുടെ അവസ്ഥയും ഏകദേശം ഒരുപോലെയാണല്ലോ. ജീനയാണേലും ഹീറോയെ സമാധാനിപ്പിക്കാനായി നോക്കുന്ന നേരം പിന്നെ അവര് നോക്കി പിന്നെ പെട്ടെന്ന് അവർ കിസ് ചെയ്യും. പിന്നെ കഥ പറച്ചിലായി, പാട്ടുപാടലായി, അങ്ങനെ മുന്നോട്ട് പോവാണ്. താഴെയാണേലും പോലീസുകാരെല്ലാവരും പുറത്തേക്ക് ആരെങ്കിലും ഇറങ്ങി വന്ന് അപ്പ ഷൂട്ട് ചെയ്യാനായി നിൽക്കാണ്. അങ്ങനെ താഴെയുള്ളവർ ടെൻഷൻ അടിച്ചിരിക്കുന്ന നേരം മേലെ ജീനയും ഹീറോയും കൂടെ ടെൻഷനെല്ലാം ഇറക്കി വെക്കാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അവർ സമയം പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഇനി മേലേക്കൊരു കീ കാർഡ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. മേലേക്കാണെങ്കിൽ മറ്റൊരു വഴിയുമില്ല. ഈ സമയത്താണ് ഹീറോക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു IT കാരനെ ഓർമ്മ വരിക. ആ IT കാരനാണ് ഇവിടെയുള്ള ലിഫ്റ്റും ഇതുപോലെ എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവനെ കാണാനായി അവർ 2 പേരും കൂടെ ഫ്ലാറ്റിനകത്തുള്ള മറ്റൊരു വഴിയിലൂടെ അവന്റെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ ആ സമയത്ത് അവൻ കമ്പ്യൂട്ടറും അതിന്റെ മൗസും പേഡും എല്ലാം കൂടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്കൊരു സഹായം വേണമെന്ന് ഹീറോ പറയുന്ന നേരം അവൻ പറയും, ഞാൻ ഇപ്പൊ ഏതായാലും ബിസിയാണ്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാ. എന്നാൽ ഹീറോ ആ കാലനെ കൊന്ന് കത്തിക്കുന്ന വീഡിയോ അവന് കാണിച്ചു കൊടുക്കും. അമ്പോ, അങ്ങേർക്ക് ഇതെന്താ പറ്റിയെന്ന് അങ്ങേര് ചോദിക്കുമ്പോൾ ജീന പറഞ്ഞെടുക്കും, ഞങ്ങൾ അങ്ങേരോട് ഒരു സഹായം ചോദിച്ചു, അങ്ങേര് ബിസിയാണെന്ന് പറഞ്ഞു, അതോട് ഞങ്ങൾ എന്നെ ചെയ്താ. അങ്ങനെയാണേലും ഞാൻ ബിസി ഒന്നല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് എന്ത് ജോലി വേണേലും ചെയ്തുതരാം. അങ്ങനെ പറഞ്ഞ IT കാരൻ അവരെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലും. ഹീറോയുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ സീക്രട്ട് ഡോക്യുമെന്റും കിടക്കുന്നത് ആ അമ്മച്ചിയുടെ കമ്പ്യൂട്ടറിലാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യണം.
IT-കാരൻ ആദ്യം തന്നെ അമ്മച്ചിയുടെ കമ്പ്യൂട്ടറിലേക്ക് എന്തോ ഒരു മാൽവെയർ അയച്ച് കമ്പ്യൂട്ടർ ആകെ കൂടെ സ്ലോ ആക്കും. അവരപ്പം തന്നെ IT-കാരനെ കോൾ ചെയ്ത് എന്റെ കമ്പ്യൂട്ടർ ഇപ്പം നിന്റെ തലച്ചോറിനേക്കാളും വലിയ പോകുന്നത്, പെട്ടെന്ന് തന്നെ ശരിയാക്കാന്ന് പറയുന്ന നേരം ഓക്കെ ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു പാച്ച് ഫയൽ അയക്കാം, നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് പറയും. എന്നാൽ IT-കാരൻ അയച്ചു കൊടുത്തിരിക്കുന്ന ഫയൽ കാണുമ്പോൾ തന്നെ അമ്മച്ചിക്ക് മനസ്സിലായി അവൻ എന്തോ ഹാക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്, അതുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യില്ല. താഴെ IT-കാരൻ പറയും നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്ന ഫയൽ നമ്മൾ ഹാക്ക് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്യില്ല. പക്ഷെ അതൊരു ട്രോജൻ വൈറസ് ആണ്, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അവരുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ മുഴുവനും ഞാനിപ്പോൾ എൻ്റെ ഡ്രൈവിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരൊറ്റയടിക്ക് ആ ഡാറ്റകളെല്ലാം തൂത്തുവാരി ഒരു ഡ്രൈവിലേക്ക് മാറ്റും. അതായത് പെൻഡ്രൈവ് ഒക്കെ പോലെയുള്ള ഒരു കട്ടയിലേക്ക് മാറ്റി വെക്കും. കാര്യം മനസ്സിലാവുന്ന അമ്മച്ചി അപ്പം തന്നെ താഴേക്ക് കോൾ ചെയ്യും. എന്നാൽ ഹീറോയാണ് ഫോൺ എടുക്കുക. ഹലോ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസും ഉണ്ട് ബാഡ് ന്യൂസും ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കാണാതായ എല്ലാ ഡാറ്റകളും അതെൻ്റെ കയ്യിലുണ്ട്. ബാഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ആ ഡാറ്റകൾ അടങ്ങിയിരിക്കുന്ന ഡ്രൈവ് നിനക്ക് വേണേൽ നീ താഴെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കണം. എന്താ ഓക്കെ ആണോ എന്ന് ചോദിക്കും. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹീറോയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനായി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഉഡായ്പ് ഡോക്യുമെന്റും ആ ഡീറ്റെയിൽസും അതെല്ലാം കൂടെ ആ ഡാറ്റയിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഹീറോയുടെ കയ്യിലാണുള്ളത്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അവർ ബോസിന്റെ അടുത്ത് ചെന്ന് കാര്യം പറയുന്ന നേരം ബോസ് അമ്മച്ചിക്കും ഹീറോക്കും സംസാരിക്കാനായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ആ മീറ്റിങ്ങിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ബോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് നടക്കുന്ന റൂമിലെ ടേബിളിന്റെ അടിഭാഗത്തായി അവരൊരു ഗണ്ണ് കൂടെ സെറ്റ് ചെയ്ത് വെക്കും. എന്നാൽ അമ്മച്ചി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഹീറോ ബോഡിയെല്ലാം ചെക്ക് ചെയ്താണ് അകത്തേക്ക് കയറ്റി വിടുക. ഹീറോ ആദ്യം തന്നെ കീ കാർഡാണ് ചോദിക്കുക. നിങ്ങൾ എൻ്റെ ഡാറ്റകളെല്ലാം എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ കാർഡ് നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ആ ഗണ്ണെടുക്കാനായി ടേബിളിനടിയിലായി കൈവെക്കുമ്പോഴാണ് മനസ്സിലാവുക ആ ഗണ്ണ് ഹീറോ നേരത്തെ കണ്ടുപിടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗണ്ണ് കൂടെ ഹീറോയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ അമ്മച്ചി ആ കീ കാർഡ് മുന്നിലേക്ക് വെച്ചെടുക്കും. ഇനി എൻ്റെ ഡാറ്റ തിരിച്ചു തരാൻ പറയുന്ന നേരം ജീന പറയും എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാകാനുള്ള നോട്ടീസിൽ നിങ്ങൾ ഒരു ഒപ്പിട്ട് തന്നാലേ നിങ്ങളുടെ ഡാറ്റ തരാൻ പോകുന്നുള്ളൂ. എന്നാൽ അമ്മച്ചി പറയും ഓ നീ അതും വിചാരിച്ചാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഞാനത് ചെയ്യാൻ പോകുന്നില്ല. അത് കേൾക്കുന്ന ജീന ദേഷ്യത്തില് ആ ഹാർഡ് ഡ്രൈവ് തന്നെ അടിച്ചു പൊട്ടിച്ച് അമ്മച്ചിയെ തല്ലാനായി പോവാണ്, അടിക്കാനായി പോവാണ്. ഈ സമയം ഹീറോ വെള്ളം കുടിക്കാനായി ഡോറ് തുറക്കുന്നേരാണ് ബോസിന്റെ ഒരുത്തൻ അകത്തേക്ക് കയറി വന്ന് ഹീറോയെ അടിച്ച് താഴെയിടുക. ഈ സമയം ജീനയുടെ ശ്രദ്ധ മാറിയത് കൊണ്ട് തന്നെ അമ്മച്ചി പെട്ടെന്നാണ് ജീനയെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുക. അവൾക്കാണ് പെട്ടെന്ന് ഒന്ന് അടിയായതുകൊണ്ട് തിരിച്ചൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ ഹീറോയെ തല്ലാൻ വന്നിരിക്കുന്നവൻ ഒരു പെരുത്ത മനുഷ്യനാണ്. അവന്റെ ഇടിയുടെ മുന്നിൽ ഹീറോക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല. ഒഴിഞ്ഞു മാറിയും അകന്നു മാറിയും അവസാനം ഹീറോ ഒരു റൂമിലേക്കാണ് കയറി ചെല്ലുക. ആ പ്രാന്തന്റെ കയ്യിലാണ് ഒരു ഗണ്ണ് കൂടിയുണ്ട്. ഹീറോയെ ഷൂട്ട് ചെയ്യാനായി നിൽക്കുന്ന നേരം അവൻ പെട്ടെന്നാണ് ആ ഗണ്ണിലെ ബുള്ളറ്റ് എല്ലാം റൂമിന്റെ അവിടെ ഇവിടെയായിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കുക. ഗണ്ണെപ്പോഴും ഭീരുക്കൾക്കുള്ളതാ, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇടിച്ചു കൊന്നാൽ മതിയെന്നും പറഞ്ഞ് കയ്യിലേക്ക് ഇടിക്കാനായിട്ടുള്ള ഒരു മോതിരം അണിയും. പിന്നെ അവന്റെ ഇടം വലം നോക്കാതെയുള്ള ഇടിയാ. ആ ഇടിയെല്ലാം 2-3 ഹീറോക്ക് കൊള്ളുന്നുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറി അവസാനം കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ച് അവന്റെ നെഞ്ചത്ത് കുത്തിയിറക്കും. എന്നാൽ അപ്പോഴാണ് ആ പ്രാന്തൻ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് ഹീറോയുടെ മുഖത്തേക്ക് അടിക്കാനായി നിൽക്കുക. അവസാനം അതൊരൊറ്റ അടി അടിക്കുന്നവരാണ് ഹീറോ വായ തുറക്കുക. ഹീറോയുടെ വായയിലേക്കാണ് പെപ്പർ സ്പ്രേ പോകുന്നത്. ഒറ്റയടിക്ക് ഹീറോ അതെല്ലാം കൂടി അവന്റെ മുഖത്തേക്ക് തന്നെ തുപ്പി കൊടുക്കും. ഇപ്പോൾ അവന്റെ മുഖമാണ് പുകയുന്നത്. അതിന്റെ കൂടെ തന്നെ സ്ക്രൂ ഡ്രൈവർ അവന്റെ തലയിലേക്ക് കൂടി കുത്തിയിറക്കുന്നതോടുകൂടെ അവൻ മരിച്ചു പോകും. പെപ്പർ സ്പ്രേ വായലായതുകൊണ്ട് തന്നെ ഹീറോക്ക് പുകഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഓടിച്ചെന്ന് വെള്ളമെല്ലാം കുടിച്ചാണ് അതിന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റുക. അങ്ങനെ നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം ജീനയ അമ്മച്ചിയെ മേട്ടി വെച്ച് അടിക്കാനായി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്തും അമ്മച്ചി ഒപ്പിട്ട് കൊടുക്കുകയില്ല. അമ്മച്ചി ആകെ പറയുന്ന കാര്യം ക്വാറന്റൈൻ അവസാനിക്കാനായെന്നാണ്. അമ്മച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഹീറോയുടെ കയ്യിൽ അമ്മച്ചിയുടെ കീ കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അമ്മച്ചിക്ക് അറിയാവുന്ന ഒരു പാസ്വേഡ് കൂടി ഉണ്ടെങ്കിൽ ഹീറോക്ക് ലിഫ്റ്റിൽ മേലേക്ക് പോകാനായി പറ്റൂ. എന്നാൽ ജീനക്ക് അമ്മച്ചി ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ജീന അമ്മച്ചിയെ കൊല്ലും. അമ്മച്ചിയെ കൊന്നാൽ പിന്നെ ഹീറോക്ക് ആ പാസ്വേഡ് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോഴാകെ പെട്ടിരിക്കുക. നമ്മുടെ ആളോട് അമ്മച്ചി പറയും ഞാൻ നിനക്കൊരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. നീ ഇവിടെ പിടിച്ചു വെച്ച് കെട്ടിയിട്ടാൽ ഞാൻ നിനക്ക് മേലേക്ക് പോകാനായിട്ടുള്ള എൻ്റെ പാസ്വേഡ് പറഞ്ഞുതരാം. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ക്വാറന്റൈൻ അവസാനിക്കാനുള്ള സമയമായെന്ന് കൂടെ മനസ്സിലേക്ക് എത്തുന്ന നേരം പെട്ടെന്ന് ഹീറോ ജീനക്കിട്ട് ഒരു ഒറ്റ അടിയാ. പിന്നെ നമ്മൾ കാണുന്നത് അമ്മച്ചിക്ക് കൊല്ലാൻ വേണ്ടിയുള്ള രീതിയിൽ ജീനയെ കസാരയിൽ ഹീറോ കെട്ടിവെച്ച് കൊടുക്കുന്നതാണ്. അവളാണേൽ നീ എന്താടാ എന്നോട് കാണിക്കുന്നത്, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആർത്ത് പറയുന്നുണ്ടെങ്കിലും ഹീറോ കാര്യാക്കില്ല. അമ്മച്ചിയാണ് സന്തോഷത്തിൽ അവളെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം റെഡിയാക്കി വെച്ച് ഹീറോയോട് മേലേക്ക് പോയിക്കോ, നിനക്ക് ഞാൻ പാസ്വേഡ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ലിഫ്റ്റിനടുത്തേക്ക് നടക്കും. ഹീറോ പോകാൻ നേരം അവസാനമായി ജീനയുടെ കണ്ണിലേക്ക് നോക്കി അവൾക്കൊരു ചുംബനം കൊടുക്കും. കൂടെ തന്നെ അവളുടെ ജപ്തി നോട്ടീസ് കൂടെ എടുത്താണ് ഹീറോ ലിഫ്റ്റിലേക്ക് ചെല്ലുക. അങ്ങനെ ആ കീ കാർഡ് വെച്ച് സ്കാൻ ചെയ്ത് അമ്മച്ചി ആ പാസ്വേഡ് ഹീറോക്ക് പറഞ്ഞു കൊടുക്കും. അത് എൻ്റർ ചെയ്യുന്ന ഹീറോ പെട്ടെന്നാണ് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരി പാസ്സാക്കുന്നത്. എന്താന്ന് മനസ്സിലാവില്ല. അപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന ഒരു നട്ടും ബോൾട്ടും ഹീറോ അമ്മച്ചി കാണിച്ചു കൊടുക്കുക. സംഗതി ഹീറോ നേരത്തെ ജീനയെ ആ കസാരയിൽ കെട്ടിവെക്കുന്ന സമയം തന്നെ ആ കസാരയുടെ നട്ടും ബോൾട്ടും എല്ലാം മൂരി മാറ്റിയിരുന്നു. ഈ ഒരു കാര്യം അമ്മച്ചി അറിഞ്ഞില്ല. എന്നാൽ ജീനയ്ക്ക് ഈ കാര്യം മനസ്സിലാവാനായി ഹീറോ അവൾക്കൊരു ചുംബനം കൊടുത്തില്ലായിരുന്നോ, അതിന്റെ കൂടെ തന്നെ ആ നട്ടും ബോൾട്ടും അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ അത് അഴിച്ച് പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ഹീറോ മേലേക്ക്
മുകളിലേക്ക് പോകുന്ന നേരം ജീന അവിടെ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്ന് ഒരൊറ്റ അടി കൊടുക്കുന്നത് കാണാം. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ആള് ലിഫ്റ്റിൽ മേലേക്ക് വരുന്ന നേരം ആ സമയം പോലും വെറുതെ നിൽക്കാനായി പറ്റുന്നില്ല. അപ്പോഴും ബോസിനോടുള്ള ദേഷ്യം മാത്രമാണ് മനസ്സിലേക്ക് എത്തുന്നത്. അങ്ങനെ നേരെ ബോസിന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം ബോസും പരിവാരങ്ങളും എല്ലാവരും കൂടെ ഒരു ഷാമ്പയിനും ഒഴിച്ചുകൊണ്ട് ഹീറോയെ അകത്തേക്ക് വരവേൽക്കും. കൈയടിച്ചാണ് സ്വീകരിക്കുക. ബോസിന് ഒരു സംശയമുണ്ട്, ചിലപ്പോൾ ഹീറോ കൊന്നാലോ എന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയെ കമ്പനിയുടെ പാർട്ട്ണർ ആക്കാനായി തീരുമാനിച്ചിരിക്കുക. അതിനായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, ഒരു വലിയ ഫോം തന്നെ ഹീറോയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. അതിലൊരു ഒറ്റ ഒപ്പിട്ടാൽ മാത്രം മതി ഹീറോ ഈ കമ്പനിയുടെ പാർട്ട്ണറായി മാറി. തൊട്ടു പിന്നാലെ തന്നെ 2 ലേഡീസ് ഹീറോ ഈ കമ്പനിയുടെ പാർട്ട്ണറായി മാറിയാൽ കിട്ടാൻ പോകുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുടെ അടുത്തേക്ക് ചെല്ലും. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഹീറോയുടെ മനസ്സിൽ പതിഞ്ഞാൽ ഹീറോക്ക് വൈറസ് ബാധിച്ചത് കൊണ്ട് തന്നെ ഹീറോ ഈ ഒപ്പിട്ട് കൊടുക്കും. ഹീറോക്ക് കൺട്രോൾ കിട്ടാതെ ഈ ഒപ്പിട്ട് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അത് തുറന്നു നോക്കുന്ന ഹീറോ അതിലുണ്ടായിരിക്കുന്ന എല്ലാം ശരിയാണോ നോക്കുന്ന നേരം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. എന്നാൽ തൊട്ടടുത്ത് വെച്ചിരുന്ന ജീനയുടെ വീടിന്റെ ജപ്തി നോട്ടീസ് കാണുന്ന ഹീറോയുടെ മനസ്സാകെ മാറി. പെട്ടെന്ന് തന്നെ ആ ഡോക്യുമെന്റ് അടച്ചു വെച്ച് എനിക്ക് നിന്റെ കമ്പനിയുടെ ഒരു ചേമ്പ് വേണ്ടോ എന്ന് പറയും. പെട്ടെന്ന് ഒരു ലേഡി ഗ്ലാസ് പൊട്ടിച്ച് ഹീറോയുടെ കഴുത്തിൽ കുത്താൻ നോക്കുന്ന നേരം നമ്മുടെ ആൾ മാറിക്കൊടുക്കും. അത് തൊട്ടടുത്തുണ്ടായിരുന്ന ലേഡിയുടെ മേലെയാണ് കുത്തി കയറുക. കുത്താനായി ശ്രമിച്ചവളെയാണ് ഹീറോ ഇടിച്ചിടിച്ചവളെ താഴെയിട്ട് പത്തിരിയാക്കും. പത്തിരി എന്നൊക്കെ പറയുന്ന നേരം നിങ്ങൾ വട്ടത്തിലുള്ള പത്തിരിയാണെന്നൊന്നും വിചാരിക്കരുത്, ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ അങ്ങ് പറയുന്ന. ഇവിടെയാണ് ബോസിന്റെ കൂടെയുള്ള ഒരൊറ്റ ഒരുത്തനും ഹീറോയെ കൊല്ലാനായി ഇറങ്ങുന്നില്ല. അവർക്കെല്ലാവർക്കും ജീവനാണ് വലുത്. എന്നാൽ ബോസ് തന്നെ മൂക്കിലേക്ക് മയക്കുമരുന്ന് വലിച്ചു കയറ്റി അവിടെ ഉണ്ടായിരുന്ന ഗോൾഫ് സ്റ്റിക്ക് എടുത്ത് ഹീറോയെ അടിക്കാനായി ഇറങ്ങി. ഹീറോയുടെ കയ്യിൽ ഒരു ചെറിയ സ്പാനർ മാത്രമാണുള്ളത്. എന്നാൽ മേലെ എത്തുന്നവരെ ഓരോരുത്തരെയും അടിച്ചിടിച്ച് അതുകൊണ്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അടിക്കാനായി നല്ല പരിചയമുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ബോസിന്റെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. ഹീറോ ആ സ്പാനർ കൊണ്ട് ഒഴിഞ്ഞു മാറി ഒരു ഒറ്റ അടിയും കൊടുക്കും. എന്നാൽ തൊട്ടു പിന്നാലെയാണ് ബോസ് മയക്കുമരുന്ന് ഹീറോയുടെ കണ്ണിലേക്ക് വലിച്ചെറിയുക. ഇപ്പൊ ഹീറോയുടെ കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങേര് പിന്നിൽ നിന്ന് സ്റ്റിക്ക് വെച്ച് വലിച്ചടിക്കും. ഹീറോക്ക് എന്തേലും ഒരു ഗ്യാപ്പ് കൊടുത്താൽ പിന്നെ പറയാൻ പറ്റില്ല, കണ്ണെങ്ങാനും ശരിയായാ വന്ന് അങ്ങേരെ കൊന്നുകളയും. അതുകൊണ്ട് കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം അങ്ങേര് ആ സ്റ്റിക്ക് വെച്ച് ഹീറോയെ അടിയോടടിയാ. അങ്ങനെ ഹീറോയെ അടിച്ച് ടേബിളിൽ കെടുത്തി കഴുത്തിലേക്ക് ആ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്ന നേരം ഹീറോ അത് പിടിച്ചു വെക്കും. അവസാനം അതെടുത്ത് ഒരൊറ്റ തള്ളല അങ്ങേര് തിരിച്ച് താഴെ വീഴും. അതിന്റെ കൂടെ തന്നെ ഹീറോ ടേബിളിന്റെ അപ്പുറത്തുള്ള ഭാഗത്തേക്ക് ചാടി ഒരൊറ്റ മറച്ചിലാണ് അവിടെ ഒളിച്ചു നിൽക്കും. ബോസ് ആണേല് കുറച്ചുകൂടെ കനം കൂടിയ ഗോൾഫ് സ്റ്റിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനോട് ചോദിക്കുന്ന നേരം അവനത് എടുത്തു കൊടുക്കുന്ന ഗ്യാപ്പിൽ ഹീറോ ഓടി ചാടി വന്ന അങ്ങേരുടെ മുഖത്തിട്ട് ഒരൊറ്റ ഇടിയാ. ആ ഇടിയോട് കൂടെ തന്നെ അങ്ങേര് താഴെ വീണു. അത് കഴിഞ്ഞ് അങ്ങേരെ വലിച്ച് സ്റ്റെപ്പിനടുത്തേക്കാണ് ഹീറോ കൊണ്ടു ചെല്ലുന്നത്. അവിടെ വെച്ച് താഴേക്കിട്ട് കൊല്ലാനാണ് വിചാരിക്കുക. എന്നാൽ ഈ സമയത്ത് ഹീറോ അങ്ങേരെ ചവിട്ടിക്കൂട്ടി വലിച്ചു കൊണ്ടുപോകുന്ന നേരത്തും അങ്ങേരുടെ ഒരൊറ്റ പാർട്ട്നേഴ്സ് പോലും അങ്ങേരെ കൊണ്ടുപോകല്ലേ എന്ന് പോലും പറയുന്നില്ല. ഇനി 1 മിനിറ്റും 30 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഈ ക്വാറന്റൈൻ അവസാനിക്കും. അതിനുള്ളിൽ അങ്ങേരെ കൊന്നിരിക്കണം. ഈ സമയം അങ്ങേർക്ക് മനസ്സിലായി അങ്ങേരെന്തായാലും മരിക്കാൻ പോവാണെന്ന്. ഹീറോ പറയും, നിന്റെ എല്ലാ പാർട്ട്നേഴ്സിനെയും കണ്ടില്ലേ, അവരാരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. നിന്റെ മരണം കാണാനാണ് അവരെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം നീ മരിച്ചാലേ നിന്റെ ഷെയർ കൂടെ അവർക്ക് കിട്ടൂ. എന്തായാലും നമുക്കൊരു വോട്ടിംഗ് ചെയ്യാം, ഇങ്ങനെ കൊല്ലണോ കൊല്ലണ്ടേ എന്ന് അവരോട് എല്ലാവരോടും ഹീറോ ചോദിക്കുന്ന നേരം അവരെല്ലാവരും ഹീറോയെ പുറത്താക്കാനായി എങ്ങനെയായിരുന്നോ കാണിച്ചിരുന്നത് അതുപോലെ തന്നെ ബോസിനെ കൊല്ലാനായി കാണിക്കും. അവസാനത്തെ അടവായി ബോസ് ഹീറോയോട് നിനക്കെന്നെ കൊല്ലാൻ പറ്റുമോ, നീ എന്നെ കൊന്നാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോവാന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോഴേക്ക് ഹീറോ ഒരൊറ്റ ഇടിക്ക് അങ്ങേരെ താഴേക്കിടും. അങ്ങനെ അങ്ങേരുടെ ബോഡി പറന്നങ്ങനെ താഴേക്ക് പോവാണ്. ഇനി താഴെ വീണ് മരിച്ചാൽ മാത്രം മതി. ഈ സമയം ഹീറോ പാർട്ട്നേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ബോസ് നിൽക്കുന്ന സ്ഥാനത്ത് ചെന്ന് നിൽക്കും. അവർക്കാണേൽ ഹീറോയെ അവിടുന്ന് മാറ്റാനായി തോന്നുന്നില്ല. കാരണം പേടിയാണ്, ഹീറോ കൊന്നുകളഞ്ഞാലോ. അതുകൊണ്ട് തന്നെ ഹീറോയുടെ മുന്നിലേക്ക് ഈ കമ്പനിയുടെ പാർട്ട്ണർ ആകാനായിട്ടുള്ള ഒരു ഫോമില്ലായിരുന്നോ, അത് അവരെല്ലാവരും കൂടെ ആയിട്ട് വെച്ചു കൊടുക്കും. ഹീറോയാണേൽ അത് തുറന്നു വെച്ച് ഈ കമ്പനിയുടെ പാർട്ട്ണർ ആകാനായി ഒപ്പുവെക്കുകയും ചെയ്യും. ടെറിക്കെന്ന് ഒപ്പുവെക്കും. ഇപ്പൊ ഹീറോ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ജീനയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാനുള്ള നോട്ടീസിലായിരുന്നോ, ആ നോട്ടീസ് എടുത്ത് ഹീറോ അതിലും ഒപ്പുവെക്കും. ചുരുക്കി പറഞ്ഞ ഹീറോയുടെ ഏറ്റവും വലിയ തലവേദന ആയിരുന്ന ബോസും അവസാനിച്ചു. ജീനയുടെ ഏറ്റവും വലിയ തലവേദന ആയിരുന്ന അവളുടെ വീടിന്റെ ജപ്തിയും ഇല്ലാതായി. ഹീറോക്ക് ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഹീറോ ചിത്രങ്ങളിലൂടെ, ഹീറോ ഒരു കലാകാരനാണല്ലോ, ചിത്രകാരനാണല്ലോ, അതുകൊണ്ട് ചിത്രങ്ങളിലൂടെയാണ് നമ്മളോട് ഇതുവരെ പറഞ്ഞിരുന്നത്. ഹീറോയുടെ കൂടെ തന്നെ ചിത്രം വരയ്ക്കാനായി ഇപ്പൊ ജീന കൂടെയുണ്ട്. സത്യം പറഞ്ഞ അവര് രണ്ടുപേരും ഇപ്പൊ പ്രണയത്തിലാണ്. എന്തായാലും ഇവിടെ ക്വാറന്റൈൻ അവസാനിച്ചപ്പോ ഹീറോ ജീനയുടെ കൂടെ ബിൽഡിങ്ങിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. അന്നേരം നമ്മുടെ ആൾ പറയും, ഞാൻ നിങ്ങൾക്കൊരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം, വിജയത്തിലേക്കുള്ള നിങ്ങളുടെ പാത നിങ്ങൾ തന്നെ കണ്ടെത്തണം. അത് ജോലിയിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും ശരി, ഒരിക്കലും വൈകാൻ പാടില്ല. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഹീറോയെയും ജീനയെയും കാണിച്ചുകൊണ്ട് മെയ് ഹിം എന്ന സിനിമ അവസാനിക്കുന്നു.
സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ ആയതുകൊണ്ട് തന്നെ ബോറടിക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. എന്നാൽ വിചാരിച്ച പോലെയൊന്നുമല്ല, സിനിമയിലെ ത്രില്ലിങ്ങും ആക്ഷനും ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.